ചിരട്ട കത്തിച്ച് ഉണ്ടാക്കിയതാണ് ഈ ചിക്കൻ കറി. ഇത് എടുത്തിട്ട് ഇതിന്റെ ഇതെന്താ പറയാ തമിഴില് മോളുടെ പ്രസംഗം എല്ലാത്തിനും അങ്ങോട്ട് കമ്മണോ ഇനി ഇതാണ് ഗായ്സ്, സൂപ്പർ സാധനമാണ്. ഐ വിഷ് ഗുഡ് ആൻഡ് വെൽ. എന്റെ സ്വന്തം കൈ കൊണ്ടെടുക്കും. ചൂട് ഉരുളി കൈ കൊണ്ട് പിടിക്കുന്നുണ്ടോ? ചൂടിനെ എതിർത്ത് നിൽക്കും. വെളുത്തുള്ളി വെളുത്തുള്ളി തൊലിക്കണം, സവാള അരിയണം, പച്ചമുളക്, ഇച്ചിരി മല്ലിയരി. പ്രൊഫഷണൽ ആവണം. അങ്ങനല്ല, ഇങ്ങനെ അടിക്കുമ്പോഴത്തേന് സവാള ഇങ്ങനെ ആവുന്നത്. മുട്ടക്കോസ് എന്തിനാ നമുക്ക് ഷവർമ്മയിലിടാൻ? നമ്മളൊക്കെ ഷവർമ്മയാണ് ഉണ്ടാക്കുന്നത്. ഇത്ര എനിക്ക് ബാക്കി എന്ത് ഇതെന്തോ ഇരുമ്പില്ലാതെ വെളുത്തുള്ളി വലിക്കുന്ന ഇങ്ങനെ തോന ഉണ്ടെങ്കിൽ ഇങ്ങനെ നടക്കത്തില്ല. നല്ല കൂടിയ മുറമെടുത്തിട്ടുണ്ട്. ഇത് 2 സെക്കൻഡ് കാണിച്ചാൽ ചേച്ചി കട്ട് ചെയ്ത് മിക്കവാറും ചേച്ചിയുടെ മാത്രമേ കാണിക്കത്തുള്ളൂ. എന്തത് ഇഞ്ചിയോ? ഏതാ ഇഞ്ചിയോ? ചതച്ചാ പോലെ മണ്ണ് കളഞ്ഞതേടി. ഇഞ്ചിയുടെ തൊലി നല്ലേ ചോദിച്ചില്ലേ? ഇത് മത്സരമാണ്. ക്യാരറ്റ് എവിടുന്നും കിട്ടിയില്ല. നിൽക്കണേ. ക്യാരറ്റ് വേണ്ടില്ലെങ്കിൽ മുട്ടക്കോസെങ്കിലും ഉണ്ടോ? വേവിച്ചോട്ട് വരാം. മുട്ടക്കോസ് വേവിച്ചില്ലെങ്കിൽ അത് ഇനി എല്ലാം കൂടി ഇട്ട് വഴറ്റുമ്പോ ശരിയാ. നമുക്ക് നോക്കാം. ഷവർമ്മയ്ക്ക് മുട്ടക്കോസ് വെക്കണ്ട. സമോസ ഇത്രയും മതിയോ? മതി. ജിഞ്ചർ ഗാർലിക് കൂടി ഇതിനകത്ത് ഇടട്ടെ? വേണ്ട, അതൊക്കെ അല്ലാതെ അരിഞ്ഞ് എടുക്കാം. സോറി ഗായ്സ്, ഇതില് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടു. പക്ഷെ വീഡിയോ ആണ് എന്തോ ഇപ്പൊ ആണ്. ഇത് ഉരുളക്കിഴങ്ങിന്റെ കൂടെ എല്ലാം കൂടെ ഇതാക്കിയത്. ഇത് നല്ലൊരു വിശർക്കുന്നുണ്ട് കേട്ടോ. അത്രയ്ക്ക് വലിയ പനി പോകുന്നേ പൊട്ടി. സവാള വേണം. 1 മാസം കൊണ്ട് പനി പോകുക ചേച്ചി. അത് കറക്റ്റ് പച്ചമുളക് ഇനി കണ്ടില്ല. തൽക്കാലത്തേക്ക് അങ്ങനെ കാണിച്ചോണ്ട് കൈ വെച്ച് കഴിഞ്ഞോ? ചപ്പാത്തി കുഴവിച്ചിട്ട് ചപ്പാത്തി കുഴവിയല്ല, ഇതാ കമ്പ. അത് ചിടി കടിയിലല്ലേ ഇത് ചിടി മാമേ വെട്ട പിടിക്കുന്നോ? അത് ഇവിടുന്നാന്ന് തോന്നുന്നു. നമുക്ക് കഴിക്കാം. രാവിലെ വീട്ടിൽ പോയി കിട്ടോ? ഇനി നമ്മളെ ലഞ്ച് ബ്രേക്ക് ആണ്. ഇത് അതൊന്നും പറഞ്ഞു എല്ലാം എടുത്തു വെക്കട്ടെ. ഇതെല്ലാം കൂടി ഇഡ്ഡലി കൂടെ കാണിച്ചു. ഞങ്ങളുടെ വീട്ടില് പപ്പട പാത്രം. ലഞ്ച് ബ്രേക്കിന് പപ്പടം കഴിക്കാൻ. സോറി, ലഞ്ചിന് കഴിക്കാൻ പപ്പടം. സവാള ഇച്ചിരി കൂടെ വേണേ. സ്ലോ മോഷൻ കളിക്കല്ലേ, പെട്ടെന്ന് തിന്നണേ. ഞാൻ ഇപ്പൊ വരും. വിവരമില്ലായ്മ ഒരു അലങ്കാരമാണ്. ഇങ്ങനെ തന്നെ അറിയിച്ചൊരു വെച്ചില്ല കേട്ടോ. ഇത് മുറിക്കുക, ഇടുക, നമ്മുടെ ഈ വീഡിയോ വേറെ രാജ്യത്തുള്ളവർ കാണുമ്പോഴേ അവർക്ക് അസൂയോ എന്താ പറയുക, നമ്മുടെ അടുത്തേ കൈയൊക്കെ അതിനെ കയറി പിടിച്ച കൂടെ പിടിക്കുകയും നമ്മളിവിടെ കരിവേപ്പിലേ നമ്മുടെ വീഡിയോ ഇന്ത്യത്തുള്ളവർ കാണുമ്പോഴേ അസൂയോ കാര്യം എന്താ കരിവേപ്പില ഇവിടെ
ഒക്കെ നല്ല നോക്ക്. ഒന്നുകൂടെ. മാറ്റിയിടാ. എടാ, ഞാനെല്ലാം ശരിയാക്കി വെച്ചിരുന്നേടാ. ഈ ഗോപിക വന്ന് അവിടെ നിന്ന് അതെല്ലാം തിരിച്ചു. അതിനകത്ത് ഓ ഇതിലേക്ക് കൊടുക്കാം. ഓട്. അടുത്തത് എടുത്ത് ഇതിലേക്ക് കൊടുക്കാം. ചുമ്മാ ഒരാളാണ് ഗ്യാസ് ഉള്ളവർക്ക് മിക്സർ മിക്സർ മിക്സ് വെൽ ചെയ്താൽ മതി. അത് ചിക്കൻ പിരിത്തെടുക്കണം, അങ്ങനല്ലേ? പിരിക്കാൻ നല്ലത് ദേവികയാണ്. അത് അവസാനം വെച്ചാൽ മതി. സമോസയിൽ ചിക്കൻ കേൾക്കുന്നു. ഇതൊന്ന് കാണിക്കും ചേട്ടാ. ഒന്ന് കാണിച്ചേ. വേവിച്ച ചിക്കൻ ആവി പറക്കുന്നുണ്ട്. കാണുന്നുണ്ടോ? ആവി കാണുന്നില്ല. ആവി ഇപ്പൊ കാണുന്നുണ്ടോ? വീഡിയോയിൽ കാണുന്നില്ല, പക്ഷെ എനിക്ക് കാണാം. ഒരു ചേട്ടൻ അടിച്ചുകൊണ്ട് കിട്ടുന്നു. എല്ലാ ആർട്ടിഫിഷ്യലാണ്. ഒറിജിനലായിട്ട് സൂരജ് മാമ മാത്രമേ ഉള്ളൂ. എന്തോ ഇത് ഗ്രില്ല് ചെയ്ത ചിക്കൻ ഇവിടെ ഉണ്ടാവും. ഞാൻ രാജേന്ദ്രന്റെ മോളാണ്. അതെ, ഐശ്വര്യ എന്ത് കഴിക്കും. ആണോ? എനിക്ക് ആ മല കയറിയിട്ട് ഉടുമ്പിനെ പിടിച്ചോണ്ടില്ല. അത് കറി വെച്ചാൽ ചിലപ്പോ കഴിക്കുമായിരിക്കും. ചേട്ടൻ എന്തൊക്കെ തിന്നിട്ടുണ്ട്? ആമ, തവള, കോഴി, ബീഫ്, റാബിറ്റ്. മിക്കവാറും ഇത് കഴിയുമ്പോ അണ്ണനെ ഒരാളെ കാണാൻ അവർക്ക് തട്ടിനെ കാണാൻ. ഇനി വർക്കിംഗ് ഡേയ്സ് ഇങ്ങോട്ട് വരണ വേണ്ടത് കളിയെന്ന് ആലോചിക്കും. സൺഡേ ഉള്ളു. ഇത് ഇച്ചിരി ചിക്കൻ മസാല ഇടിച്ച് മഞ്ഞു പോയോ? അമ്മ ആരോഗ്യം കൂട്ടുക. ചേച്ചി വെളിച്ചെണ്ണ ഒഴിച്ചാലുണ്ടോ? ഒഴിച്ചാലോ? ഇച്ചിരി വെളിച്ചെണ്ണ ചിക്കൻ മസാല ഇടും. ഇച്ചിരി വെളിച്ചെണ്ണ. ഇതാണ് റമ്മല്ലേ വെളിച്ചെണ്ണ? ഗോൾഡ് ഉണ്ട്. ഓൾഡ് മങ്ങിന്റെ റമ്മാണ്. അല്ല, സോറി ഇത് എണ്ണയാണ്. ഓൾഡ് മങ്ങ എണ്ണ വഴി അങ്ങോട്ട്. ഇത് ഞങ്ങളുടെ അച്ഛൻ കഷ്ടപ്പെട്ടു. ആളൊക്കെ നാട് വിട്ടു വേണേ. എണ്ണ ഒഴിച്ചു വരാൻ കുപ്പിയില്ലാത്തതുകൊണ്ട് ഓൾഡ് മങ്ങ മേടിച്ച് കുടിച്ചിട്ട് എടുത്തു. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഗോൾഡ് മങ്ക് മേടിച്ചത്. അല്ല ഇവിടെ കുടിക്കുന്നവരൊന്നും ഇല്ല. അതുകൊണ്ട് ആരെയും ഇവിടുന്ന് പറഞ്ഞു വിട്ടിട്ടും ഇല്ല. പറഞ്ഞിട്ട് വൈഫ് ഒന്നും ശരി. ചിക്കൻ മസാല അത് രണ്ട് പാർട്ടിക്കാരുടെ ഉണ്ട്. KFC സഭയുടെ എന്നതാ കളി. ആ പാട്ടുകാരിട്ടേക്കോ? അത് ഞാൻ ഇന്ന് അറിഞ്ഞേ. KFC ഇപ്പഴാ അറിഞ്ഞേ. ഞാൻ നാളെ എങ്ങനെ ഡ്യൂട്ടിക്ക് വന്നാ പറഞ്ഞത്. സ്കൂളിൽ പിള്ളേർക്ക് അവധി നാളെ. ആ കാത്തു പറഞ്ഞ എന്തോ എല്ലുപൊടി മുളകൊടിയും മല്ലിപ്പൊടി വേണ്ടേ? ജിഞ്ചേട്ടൻ ഇഷ്ടമല്ല. അയ്യോ സോറി ജിഞ്ചേട്ടാ. ഒരു പൊടി നമുക്ക് എന്താണ് നിനക്ക് എന്താണ്? അത്രയും വലിയ മുളക് വേണ്ടേ? ഇത് ഇച്ചിരി വെളിച്ചെണ്ണ കൈ തൂക്കും. ചേട്ടാ ചിക്കൻ മസാല ആണെന്ന് മണപ്പിച്ചത്. എന്റെ ചേട്ടൻ ഈസ്റ്റേണിലാണ്. മറ്റേതാണ് വേണ്ടുന്നത്. ഇവിടെ ആണെങ്കിൽ ഒരു ദിവസം ഗോപിക്ക് ഇവിടെ ചിക്കൻ മസാല സാമ്പാർ പൊടി ഇടണമെങ്കിൽ തട്ടി കിട്ടി. മാറിപ്പോയോ? സാമ്പാറിനോട് ചിക്കൻ മസാല ഇട്ട് സാമ്പാർ ഉണ്ടാക്കി. ഞാനാണെങ്കിൽ അമ്മാമ നീയാന്ന് പറഞ്ഞില്ലല്ലേ. ഇത് ചിക്കൻ മസാല എടുക്കട്ടെ. ഗോപിക മറ്റേത് എടുക്കാൻ. ഗോപിക എന്നെ ഇവിടെ വിളിക്കുമെങ്കിലും ഞാൻ ഇവിടെ ചേച്ചിയാണ്. ചിലപ്പോ അമ്മയെന്ന് പറയാം കേട്ടോ. അതാണ് നിങ്ങളുടെ വീഡിയോ കാണുന്നത്. ഇടട്ടെ പണി ഗരം മസാല വേണ്ടേ? ഇട്ടോ ഇട്ടോ. ഇത്ര മതിയോ? ഇട്ടോ. മസാല ഒത്തിരി ഇടണ്ടോ? സമാധാനം കിട്ടുന്നതിന് വേണ്ടി എന്റെ ഇപ്പോൾ കേൾക്കുന്നത് ഭക്തിഗാനങ്ങളാണ്. നിന്നെ പേടിയില്ല. ഏറ്റവും നല്ലത് ഗോപികയിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടിയിട്ടാ ഭക്തിഗാനം പാടുന്നത്. ഇത് മതിയോ? അതിന് ചെറുത് നമുക്ക് ഷീറ്റ് നീളത്തേക്ക് വരുത്താനാ. മുളക് പൊടി ചൂടാക്കണം. എന്തിനാ? കാരണം ഇവിടുത്തെ പച്ച അമ്മാമ ചൂടാക്കാത്ത മുളക് പൊടിയാണ്. ചവയ്ക്കും. മറ്റേത് ചവച്ചതുണ്ടോ? അളിയൻ്റെ അവിടെ എങ്ങനെ മുളക് പൊടി ഉണ്ടാക്കുന്നത് ചോദിച്ചു നോക്കും. ഇത് നോക്ക്. കുഴപ്പമൊന്നുമില്ല, കൊത്തലൊന്നുമില്ല. മുളക് അത്രയൊന്നുമില്ലല്ലേ? ഇനി ആ ബാച്ചിൽ ഇത് നിന്നിട്ടാണോ എനിക്ക് ബീഫ് കഴിച്ചിട്ട് വയ്യ.
ഇത് കുഴപ്പമില്ല, ഇത് കിട്ടിയാൽ നമുക്ക് എല്ലാവർക്കും രാജിവെക്കാം. ഞാൻ അപ്പഴേ രാജിവെക്കും. സൂര്യ ഇന്നലെ രാജിക്കത്തിട്ടെന്ന് തോന്നുന്നു. കിട്ടോളിയാ എന്റെ അമ്മയുടെ നല്ല മനസ്സാണ് ഞാൻ ആലോചിക്കുന്നത്. നിന്റെ യൂട്യൂബിൽ കുറച്ച് റീച്ച് ഉണ്ടായിട്ട് ആ യൂട്യൂബ് ചാനൽ നീ സൂരജിന് കൊടുക്കണോ വരി പറഞ്ഞു. എന്നിട്ടാണ് എനിക്ക് പെണ്ണ് വേണ്ടത്. ഞാൻ അപ്പോഴൊരു Q&A ഇടും. എന്നിട്ട് ഞാൻ ആരെങ്കിലും കൊണ്ട് കമന്റ് എനിക്ക് ലൈൻ ഉണ്ടാവും. അപ്പൊ അവർ ചോദിക്കുമ്പോൾ ഞാൻ പറയോ എനിക്ക് ലൈനില്ല. സിംഗിൾ സിംഗിൾ ആൻഡ് റെഡി ടു മീറ്റ്. നല്ല ഫേക്ക് ഒക്കെ ഉണ്ടെന്ന് കമ്പനിയുടെ ഞങ്ങളുടെ അല്ലല്ലോ. ദേവികയ്ക്ക് നിറപറയാണ് ഇഷ്ടം. പക്ഷെ ഞാൻ ഈസ്റ്റേണെ കഴിക്കും. ആ ചിക്കൻ മേടിക്കുന്നത് ഇഷ്ടം. ചിക്കൻ മസാല ഇഷ്ടമാണ്. ഇതിന്റെ വരട്ടും ഞാൻ ഇറക്കും പറയുമ്പോ പേപ്പർ അതെ നമ്മൾ നമ്മുടെ എത്തിക്സ് വീഡിയോ എന്റെ അത് എത്തിക്സ് തെറ്റിപ്പോയി. ഇറക്കും പറഞ്ഞോടും പറഞ്ഞപ്പോ ഞാൻ നേരത്തെ പേപ്പർ ഇട്ടു. മാനേജറിനോട് അടിപൊളിയുടെ പേര് എന്നെ ആവശ്യമുള്ളൂ. ഒരാഴ്ച കൂടെ ഉള്ളായിരുന്നു. 5 ദിവസം കൂടെ മറ്റേ ഇവിടെ ഡ്രസ്സിന്റെ വിഷമം നാണക്കേടായി. ഇനി നമുക്ക് ചിക്കൻ പിച്ച് അത് ഇതിടണ്ട. ഷവർമ്മക്കില്ലേ അല്ല പിന്നെ സമോസ ഉണ്ടോ? ഷവർമ്മ ഉണ്ടാക്കുന്നില്ല. ഇത് ഷവർമ്മക്ക് ബാക്കി വരും. ഇല്ല വരത്തില്ല. ഇത്ര ആളുകൾ തന്നെയുണ്ട്. മയോണൈസോ അബുല ഷീക്ക് സെൻഡ് യുവർ ഫ്രണ്ട്. ടൊമാറ്റോ സോസ് ഇല്ലേ? ഇല്ല സോയയായിരിക്കുന്നു. അപ്പൊ ഇതെങ്കിലും അതെന്റെ ചേട്ടന് അല്ലാതെ വേണം എനിക്ക് ചിക്കൻ അല്ല അത് മതി വെച്ചു. അല്ല അതെടുത്തോ അതും കൂടി ഇടാം. ഷവർമ്മയ്ക്കകത്ത് ഇടാം. ഇന്നലത്തെ കറിയുടെ ചിക്കൻ ഷവർമ്മ വേണോ? ഞാൻ പോയി ആ ചിക്കൻ കഴുകി തരും എനിക്ക്. ആ ചിക്കൻ കഴുകു ചേച്ചി. മറ്റേ കറിയുടെ ചിക്കൻ കഴുകി ചേച്ചി. അവൻ ഒറ്റയ്ക്ക് ചീന്തണമെന്ന് പറഞ്ഞു. അതാണ് നമ്മൾ അങ്ങനെ ചെയ്ത് സൂം ചെയ്ത് കാണിക്കാം. ചെയ്യാൻ വയ്യാത്തതല്ല. എല്ലാ പെണ്ണുങ്ങളുടെ പേര് ഫേസ്ബുക്ക് തുടങ്ങിയോടെ എന്ത് റിക്വസ്റ്റ് വരുന്നത്? ഇനിയിപ്പോ അങ്ങനെ ഒരു വഴിയുള്ളൂ. ഫോട്ടോ കാണാൻ ചേച്ചി എടുക്കാം. അയ്യോ അന്നേരം ആ മാമാരെന്ത് ചെയ്യും? പക്ഷെ അതും പറഞ്ഞിട്ടേ മാമാരെ ഇതില് വലിയ ആക്ഷേപം എന്താ വേണം? എടാ ഇത് ജിഞ്ചേട്ടൻ അധികം പ്രായമൊന്നുമില്ല. അതല്ല 26. ഞാൻ പെണ്ണിന്റെ പേര് ഇൻസ്റ്റൈഡി തുടങ്ങി. അല്ല ജിഞ്ചേട്ടാ അതല്ല ഞാൻ പറഞ്ഞേ. നമുക്ക് ഈ ഇവിടുത്തെ സുന്ദരൻ ആരാന്ന് കണ്ടുപിടിക്കാം. എന്നെ ജിഞ്ചേട്ടൻ തന്നെ. ആരും പറയണ്ട ആൻസർ. ഞാൻ വഞ്ചിച്ചെന്ന് പറയുമ്പോ നീ അവിടെ പോയി പറഞ്ഞിട്ട് 500 രൂപ കിട്ടുമായിരിക്കും. അച്ഛൻ പറഞ്ഞതോടെ ഓണക്കോടി എടുക്കാൻ. ഇന്നോ ആ ഇന്നോ എന്റെ ജിഞ്ചേട്ടൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സമോസയാണ്. എനിക്ക് ഗ്യാസ് ആണ് ഗായ്സ്. നിങ്ങൾക്ക് വീട്ടിൽ എവിടെയെങ്കിലും ക്ഷാമം ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് പറയാം. നമ്മൾ അതിലാണ് ഇപ്പൊ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്റെ ആങ്ങള എനിക്ക് ഒരു കൊച്ചാങ്ങളയുണ്ട്. അവൻ ദുബായി പോയി ഇന്നലെ. ഇവന്റെ ഇളയതാ. ഇവന്റെ ചേട്ടനാണ് പോയത്. പൊറോട്ട വലിഞ്ഞിരിഞ്ഞു വേവിക്കണം. ഞാൻ ചപ്പാത്തി പോലെ ഉണ്ടാക്കിയത്. ഇത് ചപ്പാത്തി കണക്കാക്കിയിട്ട് ചുട്ടെടുത്താൽ ചപ്പാത്തി നമുക്ക് നീളത്തിലാണ് വട്ടത്തിൽ അവര് നീളത്തിൽ അറുത്തെടുക്കുക ചെയ്തത്. അതെ പക്ഷെ ഇതെങ്ങനെയാണ് കട്ടിക്ക് വന്നപ്പം ഇനി കട്ടി വേണോ? അപ്പം എനിക്കറിയത്തില്ല. ഞാൻ വേറെ രീതിയിലാണ് കണ്ണണ കട പറഞ്ഞോ സബ്സിഡി ശുദ്ധവാനി കണ്ണണ കട പറഞ്ഞോ ഞാൻ നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടി ഒരു പാട്ട് പാടില്ല. കേട്ടോടി കേട്ടോടി പാറ്റാ സേ പ്രാണി കോ പ്യാർ ഹോ ഗയാ. യൂട്യൂബ് വീഡിയോ ചൂടുവല്ലി ഇത് നോക്കിയാണ്
സൂര്യ നമ്മൾ പത്തിരി അടിച്ചിട്ട് സൂര്യ ചുട്ടിട്ട് കീറടി. അല്ല പെഹലെ രണ്ടും ഇപ്പൊ നോക്കാം രണ്ടും കായൽ ചാടി പോയി ബഹുത്ത് കഷ്ട ഹോ ഗയാ. ഇപ്പൊ നമ്മൾ ചുട്ടിട്ടില്ലേ കീറുന്നു. അതെ ഗായ്സ് ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നോക്കിയിടാം. ഇത് ഞാൻ ആദ്യം പറഞ്ഞ പരീക്ഷണ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന സാധനമാണ്. എടാ ഒരിച്ചിരി മാവ് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കിയാലോ? ഇതിലോ ഈ എണ്ണ ഇച്ചിരി ഗോതമ്പാവിട്ട് ഇളക്കുവാണേ. കരി വെച്ച് ചപ്പാത്തി തട്ട്, ചപ്പാത്തി കല്ല് അത് കണ്ട് കീഴെ നോക്ക്. ഇത് നോക്കി എന്നെ വിളിക്കാൻ പാട്ട് അവസാനം ചേച്ചിട ഒരു യാത്ര ഞാൻ വരുക സമസ്വരത്തെ യൂതാക്കളിലെ അവിടെ എണ്ണ ഉണ്ടോടി? എണ്ണ ഇടി അവിടെ നിക്കതെന്റെ എന്നാ ഇവന്റെ കൂടെ നാടകം കഴിഞ്ഞിട്ട് ഞാൻ നാടകം ഈ കല്ല് ഓഫാക്കളി ലാസ്റ്റ് കൊള്ളത്തില്ല ചേട്ടാ ഇത് പാലടി പാട്ടാ വേറെ ഒന്നുണ്ട്. ഇപ്പൊ ഞാൻ തരച്ചമ്മ മേടിച്ചോണ്ടില്ല എന്നിട്ട് പൊറോട്ട വീശത്തില്ല. കുറച്ച് മാവിന്റെ പൊടി വിതറണം ഗായ്സ്. ഒന്ന് രണ്ട് ഈച്ചകൾ ഇവിടെ കിടന്ന് പറക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ എണ്ണയായിരുന്നു ഒഴിക്കണ്ടേ. എണ്ണ ഒഴിക്കുമ്പോ ഇത്ര ലൂസ് ആവത്തില്ലുള്ളൂ, കട്ടി ആവത്തില്ല. അവരെണ്ണ ഇരിക്കണ്ടേ നമുക്ക്. ചുരുട്ടി ഉരുട്ടി ഉരുട്ടി ഉരുട്ട് പാട്ടേ പോട്ടെ കത്തിക്കട്ടെ. കത്തിച്ചോ മോനെ. ഇതാ ഇവർ നശിപ്പിച്ചോണ്ടിരിക്കുകയാണ് ഗായ്സ്. അയ്യോ എന്തൊക്കെ ഞാൻ ഉണ്ടാക്കാം. ചേർത്തിട്ട് കാര്യമില്ല മക്കളെ, മാറി നിൽക്കൂ. ഇനി ഗോപികയുടെ ഒഴിവാണ്. ഇല്ല ഞാൻ വരുന്നതേ ഉള്ളൂ. ചാലാമുഖി കത്തുന്നൊരു നെഞ്ചിൽ പടരാം, യോദ്ധാക്കളിലായോ ജനവീര്യം വളരാം. മൈദിട്ടാ മതിയോ അല്ലെ ഗോപിട്ടാ മതിയോ? എന്തെങ്കിലും അഭിപ്രായം പറയാം. ജാനകി എന്തായാലും നിന്റെ പ്രിയ മനസ്സിലായി. അതാ പേലേ ഞാൻ പറഞ്ഞ കാര്യത്തിന് മുന്നേ ഉറച്ചിരിക്കണം. അത് വീഡിയോ ആണോ ഓണല്ലേ? ഓ അത് അതന്നെ വേണ്ട നമുക്ക് ശ്രദ്ധിച്ചു. ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കാം. ചേച്ചി ഉണ്ടാക്കിയ ഒരു രീതിയാണ്, ഞങ്ങൾ ഉണ്ടാക്കിയ വേറെ രീതിയാണ്. ചപ്പാത്തിക്ക് മാവ് ഞാൻ അവിടെ ഇവിടെ പോയി ചപ്പാത്തി ഉണ്ടാക്കാൻ പഠിച്ചവളല്ല. ചപ്പാത്തി അല്ല പൊട്ടി പൂരിയെ. ഏത് പൂരിയാണെങ്കിലും സമൂസയാണെങ്കിലും ശരിയാക്കി തന്നാ മതി. ഞാൻ രാജിവെച്ചിരിക്കുന്നു. ഇത് നമുക്ക് ഷവർമ്മയ്ക്ക് എടുക്കാം. അപ്പൊ ഇത് ഷവർമ്മ ഉണ്ട്. അപ്പൊ ഇതൊന്ന് വേവിക്കണ്ടോ? ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കണ്ടേ? വേണ്ട
ഇതെന്ത് ചെയ്യും? ഇത് എഴുതുന്നില്ല. പിന്നെ എടുക്കാം. അതാ കല്ലിലോട്ടങ്ങ് ഇട്. അങ്ങനെയല്ല, വട്ടത്തിൽ പരത്ത്. അതാ പറയണമായിരുന്നു വട്ടത്തിലാണെന്ന്. ഇത് കണ്ടപ്പോ ഞാൻ നിനക്ക് വരുത്തി. അയ്യോ പിന്നെ അങ്ങനെ ആക്കണ്ട. നീട്ടത്തിയിട്. നീട്ടിയിടാം. ആ ഇത് നീ കുറച്ച് ഇങ്ങനെ വീതിയാക്ക്, രണ്ടായിട്ട് മുറിക്കണം. ആ ഞാൻ 1 മണിക്കൂർ കൊണ്ട് പറയാം. ഞാൻ വരാം. എന്റെ എൻട്രിക്ക് സമയം ഞാൻ വെച്ച് നിങ്ങളെല്ലാം വിവരക്കേട് കാണിക്കട്ടെ. അത് റെഡിയായി ഇത്ര മതി. കനം കുറച്ച് വേണം. ചിക്കനെല്ലാം ഒരുമിച്ചിരിക്കും. മാറ്റിയിടട്ടെ. ഞാൻ നല്ല ഹെൽത്തി ആയിട്ട് ദേവി ഓരോന്ന് വെച്ച് പറക്കിടുക. ദേവി കഴിച്ചായിരുന്നു. പിന്നെ ഇതേ എങ്ങനെ ഒട്ടും ദേവിക്ക് അന്ന് ആത്മാഭിമാനിയായിരുന്നു. അന്ന് ദേവി കഴിച്ചില്ല. എന്നാ സമൂസ അന്ന് ചേച്ചി ഉണ്ടാക്കിയത്. ഞങ്ങൾ ഉണ്ടാക്കിയത് ഞങ്ങൾ ഏറ്റവും അതിന് ബാക്കി ഷവർമ ഉണ്ടാക്കിയിരുന്നു. എന്താടി ആരെങ്കിലും ഉണ്ടോ? അപ്പൊ ഞാൻ ആക്റ്റീവല്ല. ഞാൻ ചോദിച്ചതാ. അതുകൊണ്ടല്ലേ അവന് സ്നാപ്പുള്ളത് കണ്ടുപിടിച്ചത്. കൊച്ചുവിന്റെ പുതിയ നമുക്ക് എല്ലാവർക്കും ഇതുപോലെ ഉണ്ടാക്കിത്താ. ഇതുപോലെ ഇതാരുണ്ടാക്കിയതാ? ചേച്ചി ഉണ്ടാക്കിയതാ. അവരെ ചേച്ചിയൊക്കെ പറഞ്ഞ അല്ല അത് അവരുടെ ഓക്കെ വെച്ചേക്കുവാ. അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാനങ്ങോട്ട് ഈ ഫ്രണ്ടിൽ പോയി മതി 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 കൈ വെച്ച് പരത്ത്. നീ അടുത്തെടുക്ക്. മാവിട്ടാന്നിട്ടേ ഇപ്പൊ മനസ്സിലായോ? ഞാൻ വായിട്ടലിക്കുന്നെങ്കിലും ഞാൻ പറയുന്നത് ആ വായിക്ക് വരുന്ന കോതയ്ക്ക് പാട്ട് ഇട്. ഇത് നടുകൂടെ കയറണം. മാറ് കണ്ടോ ഗോപിക സൈഡായി. ഇതാ എന്റെ ഈ വീട്ടിലെ അവസ്ഥ. ആകെ പറഞ്ഞത് ഒരു സമോസയുടെ ഒരു ഈറ്റ കാണിക്കുന്നില്ല. ഇത് ആണ്ട കിടക്കുന്നു. ഒരു ഓലക്കീറ വെള്ളത്തിൽ അടിവേരല്ല വെള്ളം കുടി. അടിവേരല്ല എനിക്ക് അതുപോലെ പരത്തിട്ട് നടുക്കൂടാൻ കീറിയാൽ മതി. അപ്പോഴത്തേ ഞാൻ വരും. അഫ്കോഴ്സ്. പോയോ? ഇഷ്ടപ്പെട്ടു. ചേച്ചിയുടെ ഭയങ്കര സ്റ്റൈലായിട്ടുണ്ടേ. നമുക്കിത് നടുക്കൂടെ മുറിക്കാം. അയ്യേന്ന് വന്നോ? ഇത് നമ്മളുടെ നടുക്കൂടെ മുറിക്കാം. ഇങ്ങനെയല്ല അങ്ങനെ. ഞങ്ങള് അമേരിക്ക നടക്കുന്നത് ചെയ്ത റോളാണ്. പിച്ചാത്തിരി ഗോപിക നല്ല കാറ്റ് വെളിയത്. ഒന്ന് മുടി സ്റ്റൈലൊക്കെ വെച്ചിട്ടോ മനപ്പുറം എങ്ങനെ അത് മൂന്നാക്കി അതൊന്നും വേണ്ട. അത് കുഴപ്പമില്ല. അതിന്റെ മൈദ പശ തേച്ചിട്ട് അതെ അങ്ങനെ വെച്ചിട്ട് ഫില്ല് ചെയ്യും. ഇതിക്കൊണ്ടേ
ഇങ്ങനെ വെച്ച് ഫില്ല് ചെയ്യും എന്നിട്ട് ഇതങ്ങ് ഇറങ്ങി ഫില്ല് വെച്ചോ ഗോപിയെ ദീപികയെ കട്ട് ചെയ്ത് കഴിയാറായി. ഇനി ഒന്നും കൂടെ എടുത്താണ്. എടുത്തോണ്ടിരിക്കുക വീഡിയോ ഓഫല്ല. ആണോ? ഒരു വട്ടമൊക്കെ അങ്ങനല്ല, ഇത് ഒട്ടിക്കണം. ഒട്ടിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് മാവെടുക്കാം. മൈദ ഉണ്ടെങ്കിൽ മൈദ ഉണ്ട്, ഇച്ചിരി ഉണ്ട്. നമ്മൾ നിങ്ങൾ പ്രേക്ഷകർക്ക് കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ വേറെ പാത്രമൊക്കെ മടിയായിട്ടുണ്ട്. ഒന്നുകൂടി കുറിച്ച് വൈക്ക് അയ്യോ ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് തിരിച്ചത് മതി. ഗായ്സ് നമുക്ക് നോക്കാം. ഒട്ടിക്കുന്ന പശ റെഡി ആയിട്ടുണ്ട്. ബൾബിൾ വന്ന് അളിയൻ വന്നില്ല. ഇത് മാവായിരിക്കും തോന്നുന്നു. നിങ്ങൾ കാണുന്നുണ്ടോ പ്രേക്ഷകരെ? കണ്ട ഏതോ ദൂരദർശനത്ത് കേട്ടത്. പശ ഉണ്ടാക്കിയതില് പശ നമ്മളത് കൂട്ടത്തോടെയാണ് ചെയ്യുന്നത്. മതി. ഒരു ടിഷ്യൂ പേപ്പർ എടുക്കാം. ടിഷ്യൂ പേപ്പർ എടുക്കാമോ? ലൈനായിട്ട് വെക്കും.